റൈസിംഗ് കോർ ലീഡറാണ്. ഒരു 19 വർഷമായിട്ട് ആർസിബിയിൽ ജീവിക്കുന്നു. വട്സാറ് കേരളത്തിൽ വന്ന ഒട്ടുമിക്ക മീറ്റിംഗുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും മിസ്സിംഗ് ആയിട്ടുണ്ടാവില്ല. ഹിന്ദി അറിയില്ലെങ്കിലും മുന്നിൽ പോയിരുന്ന സാറിന്റെ മോട്ടോറിനെ നോക്കി നിൽക്കും, കംപ്ലീറ്റ് ക്ലിയർ ആവും. അങ്ങനെ റൂബി ആയിട്ടുണ്ട്. ആർസിബിൽ വരുന്നതിന് മുന്നേ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. അവിടുന്ന് ആ ജോലിയിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല, ഇഷ്ടമുണ്ടായിരുന്നില്ല. അവിടുന്ന് VRS എടുത്തു. കാരണം RCM ആയിരുന്നു. വരുമ്പോൾ കാര്യമായിട്ട് പണമൊന്നും ഉണ്ടായിരുന്നില്ല, സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ RCM മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. RCM മീറ്റിംഗ് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ലീഡർമാർ പറഞ്ഞ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. പ്രവർത്തിച്ച് അങ്ങനെ ഒരു 4 വീലർ വാങ്ങിച്ചു. അന്ന് കാര്യമായി വരുമാന സമയത്ത് ഒരു 4 വീലർ വാങ്ങിച്ചു. ഒരു സെക്കൻഡ് ഹാൻഡ് കാർ മാരുതി 800 വാങ്ങിച്ചു. അതും എന്തിനാണ്? ഇൻസ്റ്റാൾമെന്റ് EMI വാങ്ങിച്ചു. അങ്ങനെ പതിയെ ബിസിനസ് വർദ്ധിച്ചു. അതിന് EMI അടച്ചു തീർന്നപ്പോൾ വീണ്ടും ഒരു പുതിയ കാർ മേടിച്ചു. അങ്ങനെ അതിനെ EMI അടച്ചു തീർന്നു. അവസാനം ഒരു മൂന്നാമതൊരു കാർ മേടിച്ചു. അത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വീട് വയ്ക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ ഒരു 14 സെന്റ് സ്ഥലം കോഴിക്കോട് പട്ടണത്തിൽ വാങ്ങിച്ചു. 3000 സ്ക്വയർ ഫീറ്റ് ഒരു അടിപൊളി വീട് നാഷണൽ വെച്ചു. അങ്ങനെ കഴിഞ്ഞ ഈ 18-ാം തീയതി ഡിസംബർ 18-ാം തീയതി സാർ ഞാനൊരു ഷോപ്പ് തുടങ്ങി. മലയാളത്തിൽ പറഞ്ഞു കൊടുക്കും സാർ, അല്ല ഹിന്ദി പറഞ്ഞു. അണ്ടർസ്റ്റാൻഡ്? മകന് വേണ്ടി ഷോപ്പ് തുടങ്ങി. ആസിം വണ്ടർവേഡ് ക്യൂക്ക് തുടങ്ങി. വണ്ടർവേഡ് ക്യൂക്ക് 8 ഇഞ്ച്. ഈ കഴിഞ്ഞ 18-ാം തീയതി ഏകദേശം ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. 10 lakhs ഇൻവെസ്റ്റ് ചെയ്ത് എന്റെ മൂത്ത മകന് വേണ്ടി ആസിമിൽ ഒരു വണ്ടർവേഡ് ക്യൂക്ക് ഓപ്പൺ ചെയ്തു. നമ്മുടെ ഗ്രേറ്റ് റിയൽ സഫയർ അഖിലമൂർത്തി മേഡം, ഒപ്പം മൂർത്തി സാറുണ്ട്. അതുപോലെ നമ്മളെ സുജിസാറിന്റെ വൈഫ് ബിനി മേഡം, സുജിസാറ്, എല്ലാ ലീഡേഴ്സിനും അടിപൊളി പ്രോഗ്രാം. രാവിലെ നല്ലൊരു മീറ്റിംഗ്. അത് കഴിഞ്ഞ് പഴംപൊരി ചായ കൊടുത്തു, ബിരിയാണി കൊടുത്തു, ഗാനമേള, അത് തകർപ്പൻ പ്രോഗ്രാം. ഇതൊക്കെ പറഞ്ഞു വന്നത്, ഞാൻ പറഞ്ഞത് ആസിം വരുമ്പോൾ ഒരു പണം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതെല്ലാം സംഭവിച്ചത് ആസിമിൽ കൂടെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സിസ്റ്റത്തിൽ നമുക്ക് ഡെവലപ്പ് ആകണമെങ്കിൽ, എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ ആഗ്രഹം വളരെ ആവശ്യമാണ്. ഡ്രീം, ഡിസൈർ ഉണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് ആകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവർക്കും പറ്റും. ഇപ്പം ആസിം ഒരു നെക്സ്റ്റ് ജനറേഷന്റെ കാലം. പക്ഷെ ഷോപ്പ് തുടങ്ങി കൊടുത്തപ്പോൾ എന്റെ വൈഫ് അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. ഇപ്പൊ ഞാൻ വിളിച്ചു എന്റെ വൈഫോടെ സാധനം ബില്ലൊക്കെ അടിക്കാൻ കൊടുക്കുന്നു. ഭയങ്കര രാവിലെ തന്നെ ഇറങ്ങിപ്പോയി ഷോപ്പിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ വൈഫും ആസിമായി ഇൻവോൾവ് ആയി. സമയമാകുമ്പോൾ എല്ലാം സംഭവിക്കും. ഓക്കെ, യെസ്. അപ്പൊ അതാണ്ട് അവസ്ഥ. എന്റെ ഇതാണ് നടന്നിരിക്കുന്നത്. ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ജയാസ്യം കാര്യപ്പെടുത്താൻ വേണ്ടിയല്ല. ഇതിനൊക്കെ കാരണം ഈ പറഞ്ഞ കാര്യത്തിനൊക്കെ കാരണം ഞാൻ 19 വർഷം മുന്നേ ആർസിബിൽ ജോയിൻ ചെയ്തത് ഒരു കിറ്റ് എടുത്തിട്ടാണ്. 1320 രൂപയുടെ ഒരു കിറ്റ് എടുത്ത് ജോയിൻ ചെയ്തു. 2 പാന്റ് പീസ്, 2 കളറുള്ളത്. പാന്റ് തയ്ച്ചു, പാന്റ് ആവശ്യം ഉണ്ടായിരുന്നു. പാന്റ് തയ്ച്ചു, പാന്റ് ഇട്ടു, കീറുന്നവരിട്ടു, പാന്റ് കയറിപ്പോയി. പക്ഷെ ഇതെല്ലാം ആർസിയം എനിക്ക് തന്നിട്ടുണ്ട്. വീട് തന്നു, കാർ തന്നു, ബാങ്ക് ബാലൻസ് തന്നു. ഇപ്പൊ ഒരു അടിപൊളി ആർസിയമിന്റെ വണ്ടർവേഡ് ക്യൂക്കും തന്നിരിക്കുകയാണ്. എല്ലാം ആർസിയം തരും, നോ ഡൗട്ട്. എന്ത് വേണം? കുറച്ച് സമയത്തേക്ക് എല്ലാം മാറ്റി വെച്ചിട്ട് ആർസിയമിന് പ്രയോറിറ്റി കൊടുക്കണം. എന്നാൽ മാത്രമേ ലഭിക്കത്തുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് ആർസിയം പ്രയോറിറ്റി കൊടുക്കാൻ പാടില്ല. ഏറ്റവും പ്രയോറിറ്റി, ഞാൻ എന്റെ ലൈഫിലെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ആർസിയം ഒരു പളുങ്ക് മാത്രമല്ല ആർസിയമിനെ സൂക്ഷിക്കുക.